അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫീഹാ. അല്ലാഹുവിൻ്റെ റസൂലേ, ലൈലത്തുൽ ഖദ്ർ ഏത് രാവിലാണെന്ന് ഞാൻ അറിഞ്ഞാൽ എന്താണ് അതിൽ പ്രാർത്ഥിക്കേണ്ടത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലി, നീ ഇപ്രകാരം പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനും മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്, എന്നോട് നീ പൊറുത്ത് മാപ്പാക്കണമേ. സഹോദരങ്ങൾ, റമദാൻ നമ്മളെ വിട്ട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18 നോമ്പുകൾ പിന്നിടുമ്പോൾ ഇന്നലകളിലായിരുന്നു റമദാൻ 1 എന്ന് തോന്നിപ്പോകുമാർ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്തെ വേഗതയിലാണ് ഓരോ ദിനരാത്രങ്ങളും നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. ഇനി വരാൻ നിൽക്കുന്നത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10ലേക്കാണ് ഞാനും നിങ്ങളും കടക്കുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീത രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആനിൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും നാം ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആൻ പരിപൂർണമായും 1-ാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ടത് ഈ അനുഗ്രഹീത രാവിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം ഖുർആനിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയ അനുഗ്രഹീത രാവിനെ കുറിച്ച് അഥവാ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ കൂടി വിശദീകരിക്കുമ്പോൾ, സഹോദരങ്ങളെ, അവസാനത്തെ 10ലെ ആ രാവുകൾക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവിലാണ് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ലൈലത്തുൽ ഖദർ കാണിക്കപ്പെട്ടിരുന്നു, എനിക്ക് ലൈലത്തുൽ ഖദർ കാണിക്കപ്പെട്ടിരുന്നു. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും അത് മറപ്പിച്ചു കളഞ്ഞു. അവസാനത്തെ 10ലെ ഒറ്റയിട്ട ദിനങ്ങളിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏത് ദിനമാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തത് കൊണ്ട് അവസാനത്തിലെ 10ലെ ഒറ്റയിട്ട രാവുകളിൽ പള്ളിയിൽ നാം എല്ലാവരും ഭജനമിരിക്കുകയും ഇഅ്തികാഫിരിക്കുകയും വളരെ നല്ലൊരു നിയത്തോടു കൂടി പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമസ്കാരങ്ങൾ നടത്തിക്കൊണ്ട് പാപമോചനങ്ങൾ തേടിക്കൊണ്ട് ആ രാവിനെ വിശാലമാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് പറയാനുള്ളത്, പള്ളിയിൽ പോകാൻ കഴിയാത്ത സ്ത്രീകൾ, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾ, അവർ ഈ രാവിനെ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന കൊണ്ടും ദിക്റുകൾ കൊണ്ടും ചെയ്തു പോയ തെറ്റുകളെ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ടും ആ രാവിൽ വളരെയധികം ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ആ രാവിനെ ജീവിപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ നാം വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ്
ഞാൻ എൻ്റെ ആമുഖ സംസാരത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ഈ പ്രാർത്ഥന നാം അവസാനത്തെ പത്തിൽ ദീർഘിച്ച് എണ്ണം അധികരിപ്പിച്ച് നാം ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ നേടിയെടുക്കാൻ പരിശ്രമിക്കാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചതായി കാണാൻ വേണ്ടി കഴിയും. റമളാനിലേക്ക് പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിശ്ചയം ഈ മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. നിശ്ചയമായും റമളാൻ എന്ന ഈ മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി അതിലുണ്ട്. എങ്ങനെയാണ്? 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി അതിലുണ്ട്. അത് തടയപ്പെട്ടവൻ ഖൈർ മുഴുവൻ തടയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അത് തടയപ്പെട്ടവൻ ഖൈർ മുഴുവൻ തടയപ്പെട്ടിരിക്കുന്നു. ആ രാത്രിയുടെ ഖൈർ മഹ്റൂമിനല്ലാതെ തടയപ്പെടുകയില്ല. മഹ്റൂം എന്ന് പറഞ്ഞാൽ നന്മകൾ തടയപ്പെട്ടവൻ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അത്തരം അവസ്ഥകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി ആ ദിവസങ്ങളിൽ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന് പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് രാത്രിയുള്ള നമസ്കാരങ്ങളിൽ പങ്കെടുത്ത് ചെയ്തു പോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ രാവിനെ വിശാലമാക്കേണ്ടതുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രാർത്ഥന സദസ്സെന്ന പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനത്തെ പത്തിൽ പള്ളികളിൽ ഇരുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ആ പള്ളികളിൽ നിന്ന് ആളുകളെ പുറത്തേക്കിറക്കി കണ്ട പാടത്തും പറമ്പത്തും കൂട്ടിയിരുത്തി ദിക്റുകൾ എന്ന പേരിൽ ഇല്ലാത്ത ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്തരം പുത്തനാചാരത്തെ തൊട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരോഹിതവർഗത്തിൻ്റെ കെണിയിൽപ്പെട്ട് വിശ്വാസികൾ നഷ്ടപ്പെടുന്നത്, വിശ്വാസികൾക്ക് നഷ്ടമായി പോകുന്നത് അളവറ്റ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ്. വളരെയധികം പുണ്യമുള്ള രാവുകളാണ് ഈ പുരോഹിത വർഗത്തിൻ്റെ വാക്ക് കേട്ട് ഇല്ലാത്ത ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. പരലോകരക്ഷ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ പ്രമാണബദ്ധമായിരിക്കണം അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. ഏതാണ് നമ്മുടെ പ്രമാണങ്ങൾ? അത് ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ്. ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാത്ത ആരും തന്നെയില്ല. ഏതൊരാൾക്കും പാപങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു എന്ന് മുഅ്മിനുകൾ നിരാശപ്പെടേണ്ട ഒരവസ്ഥയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങൾക്ക് പരിഹാരമായി പശ്ചാത്താപമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ആ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരുമെന്നുള്ള റബ്ബിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ അത് ഇങ്ങനെയാണ്: ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അള്ളാഹു പറയാണ്, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ. അള്ളാഹു പറയാ, സ്വന്തം ആത്മാവിനോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. റബ്ബ് പറയാണ്, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നവരിൽ ഒരിക്കലും ഞാനും നിങ്ങളും ഉൾപ്പെട്ടുകൂടാ. ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. റമദാൻ തീരും മുമ്പ് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നഷ്ടക്കാരാണ്. റമദാൻ കഴിഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ആളുകൾ നഷ്ടക്കാരാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞൊരു സംഭവം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരാൾ റമദാൻ ലഭിക്കുകയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെ വിദൂരത്താക്കട്ടെ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറഞ്ഞു. അതുകൊണ്ട് നിസ്സാരമല്ല ഈ റമദാൻ എന്നുള്ള ഈ പുണ്യമാസം. ഇതിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ത് ചെയ്യുക? മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം.
മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഒരുവനിലേക്ക് റമദാൻ പ്രവേശിക്കുകയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് അത് ഊരിയെടുക്കപ്പെട്ടാൽ അവൻ നശിക്കട്ടെ എന്നുള്ളതാണ്. അഥവാ അവന് ആ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്താൻ അവന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാപ്പ് നൽകാൻ നമുക്ക് നമ്മുടെ നാഥനുണ്ട്. മാപ്പ് നൽകാൻ നമുക്ക് നമ്മുടെ നാഥനുണ്ട്. മാപ്പിരക്കാൻ നാം സന്നദ്ധരാവുകയേ വേണ്ടൂ. ആ റബ്ബ് നമുക്കുണ്ട് മാപ്പ് തരാൻ. ആ റബ്ബിനോട് കേണപേക്ഷിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ സന്നദ്ധരാവണം. അതിനാൽ പശ്ചാത്താപിക്കുക. പശ്ചാത്താപമാണ് പാപത്തിൻ്റെ പരിഹാരം. തൗബ ചെയ്താൽ മായ്ക്കപ്പെടാത്ത ഒരു തിന്മകളുമില്ല. ഏത് തിന്മ ചെയ്താലും തൗബ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകാതിരിക്കില്ല. എന്നാൽ ഒരു തെറ്റ് പറ്റിയാൽ അവൻ തൗബ ചെയ്യുകയാണ് എങ്കിൽ അവൻ ചെയ്ത തെറ്റിൽ അങ്ങേയറ്റത്തെ കുറ്റബോധം അവനുണ്ടാവണം. ഇനി ഒരിക്കലും ഞാൻ ആ തിന്മ ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം അവൻ എടുക്കണം. എന്നിട്ട് വേണം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുകയുള്ളൂ. തെറ്റ് ചെയ്യുക, പിന്നെയും ആ തെറ്റ് തന്നെ ചെയ്യുക, തൗബ ചെയ്യുക, പിന്നെയും തെറ്റ് ചെയ്യുക, അതല്ല അതിൻ്റെ സിസ്റ്റം. തെറ്റ് പറ്റിയിട്ടുണ്ട് എങ്കിൽ റബ്ബിനോട് എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കരഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് ഒരിക്കലും ആ തിന്മയിലേക്ക് നാം കടക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാ തിന്മകളും ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് മടങ്ങാൻ സാധിക്കണം. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന പാപമോചന തേട്ടമാണ്. അത് അധികമായി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വർദ്ധിപ്പിക്കുക. റമദാനിലെ കഴിഞ്ഞ പോയ നമ്മൾ ദിനരാത്രങ്ങൾ, ആ ദിനരാത്രങ്ങളിൽ പാപങ്ങൾ ഏറ്റുപറയാൻ തിരക്ക് കാരണമൊക്കെയും നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ വൈകിയിട്ടില്ല. പ്രധാനപ്പെട്ട അവസാനത്തെ 10 നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇനിയുള്ള ദിനരാത്രങ്ങൾ നാം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കണം. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. പിന്നീടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് എന്നെയും നിങ്ങളെയും പിടികൂടാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ മരണത്തെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. ഏതിനും എന്തിനും ഒരു ആസ്വാദനമുണ്ട് എന്നതുപോലെ മരണത്തിനും ഒരു ആസ്വാദനമുണ്ട്. ഒരു കൂജയിൽ നിന്നും വെള്ളമൊഴിക്കുമ്പോൾ അത് എത്ര മൃദുലമായിട്ടാണോ ആ കൈകളിലേക്ക് വീഴുന്നത്, അതേപോലെ മൃദുലമായി ആ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ സാധിക്കണം. സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കണം. എന്നാൽ അതൊരു മോശപ്പെട്ട ആത്മാവാണെങ്കിലോ അവർ നരകം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മാവിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പാടുള്ളതല്ല. നാം മഹാനഷ്ടക്കാരായി മാറിപ്പോവും. ഈ ലോകവുമില്ല, നാളത്തെ പരലോകവുമില്ലാത്ത ഏറ്റവും വലിയ നഷ്ടക്കാരായി നമ്മൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനു മുമ്പായി തെറ്റുകൾ ഏറ്റുപറയുക. കറകളഞ്ഞ മനസ്സിൻ്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കണം. കറുത്തുപോയ നമ്മുടെ ഹൃദയങ്ങളെ ഈ റമദാനോട് കൂടി വെളുപ്പിച്ചെടുക്കാൻ സാധിക്കണം. റമദാൻ കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ പോകാൻ വേണ്ടിയിട്ടല്ല. റമദാനോട് കൂടി ആ പഴയ തെറ്റുകളൊക്കെയും ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രൂപത്തിൽ പുണ്യങ്ങളിലേക്ക് കയറാനും കൂടുതൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ദീനി ദഅവ മേഖലയിൽ സജീവമായി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും ആ പ്രാർത്ഥിക്കാത്ത ജനതകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുത്ത് അവരെയും തൗഹീദിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്ന രൂപത്തിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങളെ ഈ റമദാനു ശേഷം സജ്ജമാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാവട്ടെ. നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല
സ്വീകരിക്കട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹു ലി വലക്കും വഅസ്തഗ്ഫിറു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.